തിരുവനന്തപുരം നെയ്യാറ്റിൻകര ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന് എതിർവശത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ തിങ്കളാഴ്ച രാത്രി 10:30-ഓടെയാണ് ഒരു യുവാവ് മരുന്ന് ആവശ്യപ്പെട്ടെത്തിയത്. ഡോക്ടറുടെ കുറിപ്പടിയില്ലാത്തതിനാൽ തിരിച്ചയച്ചു. പിന്നീട് പുലർച്ചെ 2:30-ഓടെ എത്തിയ 4-അംഗ സംഘം വീണ്ടും ഇതേ മരുന്ന് ആവശ്യപ്പെട്ടു. നൽകാൻ കഴിയില്ലെന്ന് മെഡിക്കൽ സ്റ്റോർ ജീവനക്കാർ നിലപാടെടുത്തതോടെ ആക്രമിക്കുകയായിരുന്നു. ഞങ്ങൾ രാത്രി നൈറ്റ് ഡ്യൂട്ടിക്ക് അവിടെ ഉണ്ടെന്നുള്ള വിവരം കിട്ടിയിട്ടാണ് വന്നത്. എന്നാലും അയാൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. രാത്രിയായതിനാൽ മരുന്ന് നൽകാൻ വേണ്ട സ്ഥലം മാത്രം ഒഴിവാക്കി മെഡിക്കൽ സ്റ്റോർ ഭാഗികമായി പൂട്ടിയിരുന്നു. തറയിൽ കിടന്ന ഹോളോ ബ്രിക്സ് എടുത്ത അക്രമി 2 തവണ മെഡിക്കൽ സ്റ്റോറിന്റെ ചില്ലിലിടിച്ചു. പിന്നീട് ഷോപ്പിന് പുറത്ത് പാർക്ക് ചെയ്തിരുന്ന ജീവനക്കാരന്റെ ബൈക്ക് തള്ളിയിട്ടു. വടിയും കല്ലും ഉപയോഗിച്ച് ബൈക്ക് തകർക്കാൻ ശ്രമിച്ചു. 5 മിനിറ്റോളം ഈ അക്രമം തുടർന്നു. സമീപത്തുള്ളവരെത്തിയതോടെ ഇവർ പിന്തിരിയുകയായിരുന്നു. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് അന്വേഷണം. CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത്. മഞ്ചവിളാകം മലക്കടയിൽ സ്വദേശി ജിത്തു, ധനുവച്ചപുരം സ്വദേശി നന്ദു എന്ന് വിളിക്കുന്ന ശ്രീരാജ്, നെടിയാങ്കോട് മണിവിള സ്വദേശി അനൂപ് എന്നിവരാണ് പിടിയിലായത്. സംഘത്തിലെ മറ്റൊരു പ്രതി ഒളിവിലാണ്. ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. രാസലഹരിക്ക് അടിമകളായ പ്രതികൾക്കെതിരെ മുൻപും സമാനമായ അടിപിടി കേസുകൾ പാറശാല, നെയ്യാറ്റിൻകര സ്റ്റേഷനിലുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.